നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിനയ സത്യ ചില്ല് ചില്ല് വാ. വിനയ വിനയ നിക്ക്. വിനയ, നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വിട്ടുതരാം? വിട്ടുതരാം. എടാ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിനയ? എന്താ? ഇപ്പൊ നിങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വരുന്നത് ഒഴിച്ച് ബാക്കി എന്തും പറയാം. വിനയ, നീ ഞങ്ങളോടൊപ്പം വരണ്ട. ഈ ലാപ്ടോപ്പ് ഒന്ന് തന്നാൽ മാത്രം മതി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തോളാം. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ശ്യാമേ. പോലീസിന് ഇതിനകത്തുനിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് ഞാൻ തന്നെ വേണം. എന്റെ പാസ്വേഡ് വേണം. ഞാൻ പോവാം. എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ കെട്ടാനുള്ള 1 ലക്ഷം രൂപ ഞാൻ തന്നാ നീ ഞങ്ങളോടൊപ്പം വരുമോ? ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ സത്യ. അമ്മയുടെ സ്വർണ്ണമാല പണയം വെച്ച് 1 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? ഞാൻ ഇപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തു തരാം. നീ അതുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോ. ഈ ലാപ്പും ഇതിന്റെ പാസ്വേഡും ഞങ്ങൾക്ക് തന്നു വിട്ടാൽ മതി. പ്ലീസ് വിനയ, നിനക്ക് നിന്റെ കാര്യവും നടക്കും. ഞങ്ങൾക്ക് ഇന്ദിരേട്ടനെ അനുപമ ചേച്ചിയെ രക്ഷിക്കാനും പറ്റും. ശരി, എന്നാ വാ. ആദ്യം കാശെടുത്ത. ഓക്കെ, ഞാനെന്നാ വണ്ടി എടുക്കട്ടെ. ശ്യാമേ, നീ ഞങ്ങളുടെ പുറകെ വാ. കാശുമായിട്ട് വിനയനെ വേറെ വണ്ടി പറഞ്ഞു വിട്ടിട്ട് ലാപ്പുമായിട്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. വാ വിനയ. വിനയേട്ടന്റെ ലാപ്ടോപ്പിനകത്ത് എന്തായിരിക്കും പ്രതിഭയുള്ളത്? ഇന്ദിരേട്ടനെ ഏട്ടത്തെയും ഈ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള എന്തോ തെളിവുകളാവും. അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വിനയന് കൊടുക്കാൻ സത്യേട്ടൻ തയ്യാറാവും. എന്ത് തെളിവ്? കിച്ചനകത്തുനിന്ന് പോലീസ് കണ്ടെടുത്തതിനേക്കാളും എന്ത് തെളിവ് കിട്ടാനേ ഇവർക്ക്? ചീരുവിനെ സിസറിയന് കയറ്റാൻ പോവാ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോ. ശരി, ചെല്ലില്ലേ. എനിക്കിത് കാണണം സിസ്റ്റർ. മോളെ ചിരു, പേടിക്കണ്ട മോളെ. എന്റെ മോക്കൊന്നുമില്ല. അച്ഛൻ മോൾക്കൂട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരിക്കും മോളെ. ദൈവം മോൾക്ക് ശക്തി തരും. മോളും ഭദ്രമോളും നന്നായി നോക്കണേ അച്ഛാ. എന്താ എന്റെ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോള് വാർഡിലേക്ക് വരുമ്പോ അച്ഛൻ മക്കളെ കൊണ്ടുവന്ന് കാണിക്കാം. പോയിട്ട് വാട്ടെ. പോയിട്ട് വാ മോളെ. പോയിട്ട് വാ. ചെല്ല്. സിസ്റ്ററെ കൊടുക്ക. എങ്ങനെ? എത്തിയാ മതി. ഓക്കെ. എഴുന്നേൽക്ക്. ഫ്രഷ് ആവണമെങ്കിൽ പോയി ഫ്രഷ് ആവും. മെഡിക്കലിന് കൊണ്ടുപോവാ. അത് കഴിഞ്ഞ് കോടതിയിലേക്കാവും. അതെന്താ എത്ര പെട്ടെന്ന്? 4 മണിയെന്നല്ലേ പറഞ്ഞ? അതൊക്കെ SI സാറിനോട് ചോദിക്കണം. ആദ്യം പറഞ്ഞനുസരിക്കുന്നു. വരൂ, വാ. ഓക്കെ. പണി ആയാലോ രഘു?
എന്തുറ്റങ്ങള് ആരാ വിളിച്ചേ? ശ്രീവത്സന, അവൻ ഇനി കോടതി പോയിട്ട് കാര്യമില്ലെന്ന്. അതെന്താ? അനുപമയ്ക്കെതിരെ സുശീല പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ജാമ്യം